ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ഒരു സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കിയാലോ? അതും നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു സ്നാക്സാണിത്. ഇപ്പം നല്ല മഴയൊക്കെ അല്ല, അപ്പം മഴയത്ത് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു സ്നാക്സാണ് കേട്ടോ. പിന്നെ അതുമല്ല, ചെറുപയറൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുപയർ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മിക്സിക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കുക പറഞ്ഞാൽ നല്ല പേസ്റ്റ് പരുവത്തിലാക്കും വേണ്ടെന്നാലോ, നല്ല ഒന്നും ചതച്ചെടുത്താലും പോരട്ടോ, ഇതുപോലെ ആയി കിട്ടണം. എന്നിട്ട് നമുക്കിത് ചതച്ചെടുത്തത് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇതും കൂടി ഒന്ന് റെഡിയാക്കാം. അതിനായി 1 സ്പൂൺ ജീരകവും, വലിയ ജീരകമാണിട്ടത്, പിന്നെ കുറച്ച് ഇഞ്ചിയും, പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതും, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും, അതുപോലെ തന്നെ ഒരു വലിയ സവാളയും ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഉള്ളി ഒന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരക്കരുതി. എന്നിട്ടിത് ഈ ചെറുപയറിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കണം. അതിനൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് നമ്മുടെ സാമ്പാർ പൗഡറൊക്കെ ഉണ്ടല്ലോ, കായപ്പൊടി, അതും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിലൊക്കെ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ ഈ ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പരിപ്പ് വടേൻ്റെ ഒക്കെ ഷേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാം കേട്ടോ. അതിന് നമുക്കെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഗോൾഡൻ നിറമാകുമ്പോൾ നമ്മൾ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അവിടെ 2 ഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ ഉള്ളു വേവില്ല, പുറം നല്ല ക്രിസ്പി ആയിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ വട ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെറുപയർ വട. ഇപ്പം എല്ലാവരുടെ അടുത്തും ചെറുപയറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ ഒരാൾ.
അപ്പം ഇനി അവരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.